അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് സംസാരിക്കുന്നത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില മസ്അലകളാണ്. നമ്മൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കൂടെ ചർച്ച ചെയ്യാനാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമസ്കാരവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, റസൂലുള്ള പറഞ്ഞല്ലോ, സൊല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എപ്രകാരമാണ് നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടത് അപ്രകാരം നിങ്ങൾ നമസ്കരിക്കണം. ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളെ നമസ്കാരം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമസ്കാരം പഠിപ്പിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. പ്രവാചക തിരുമേനി സ്വഹാബത്തിന് മിമ്പറിൽ വെച്ചാണ് നമസ്കാരം പഠിപ്പിച്ചത് എന്ന് ഹദീസിൽ കാണാം. അല്ലാത്ത ചില സമയങ്ങളിലും അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വേറെ നൽകിയിട്ടുള്ളതും ഹദീസുകളിലുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ചില നിയമങ്ങൾ വേറെയും പുരുഷന്മാർക്ക് ചില നിയമങ്ങൾ വേറെയുമായി നമസ്കാരത്തിൻ്റെ കൈഫിയത്ത്, അതിൻ്റെ രൂപങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു വിശദാംശം കൂടെയാണ് ഇന്ന് നമ്മൾ ആമുഖമായി പറയുന്നത്. അതായത്, പുരുഷനും സ്ത്രീയും നിയ്യത്ത് മുതൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്, അഫ്ളലായ ഇബാദത്താണ് നമസ്കാരം, സ്വലാത്ത് എന്നത് നമ്മൾ മദ്രസയിലൂടെ പഠിക്കുന്നൊരു കാര്യമാണ്. അവിടെ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമായി വന്ന നിയമങ്ങൾ. ഒന്ന്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും മറക്കൽ നിർബന്ധമാണ് നമസ്കാരത്തിൽ. അതിൽ യാതൊരു സംശയവും അഭിപ്രായ വ്യത്യാസവും ഇല്ല. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന് മുട്ടുപുക്കൾ മറയുന്ന വിധം വസ്ത്രം ധരിച്ചാൽ മതി എന്നത് ഏകീകരിക്കപ്പെട്ട ഇജ്മാ ഉള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം മേൽവസ്ത്രം അണിഞ്ഞില്ലെങ്കിലും അയാളുടെ നമസ്കാരം സ്വഹീഹാവും. അയാൾക്ക് ചുമലിൽ ലൈസ അലാ ആതിക്കിഹി ഷൈഉൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചുമലിൽ എന്തെങ്കിലും ഇല്ലാതെ നിസ്കരിക്കരുത് എന്നതുകൊണ്ട് ചുമലിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാകണം എന്നതാണ്. അത് നിർബന്ധമാണോ മുവക്കതായ സുന്നത്താണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഭിന്നാഭിപ്രായമുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം മുട്ടുപുക്കളിനിടയിലുള്ള ഭാഗം മറച്ച് നമസ്കരിച്ചാൽ പുരുഷന്മാർക്ക് നമസ്കാരം അനുവദനീയമായി, അത് സ്വീകാര്യമായി. എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ നല്ല വസ്ത്രം ധരിച്ച്, വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നിൽക്കലാണ് ഉത്തമം എന്ന് ഖുർആൻ കൊണ്ട് തന്നെ അല്ലാഹു തആല പറയുന്ന കാര്യമാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയെല്ലാം മറച്ചിട്ട് വേണം സ്ത്രീ നമസ്കരിക്കാൻ. രണ്ട്, സ്ത്രീക്ക് പിന്നീട് വ്യത്യാസമുള്ള കാര്യം, നമസ്കാരത്തിൽ എന്തെങ്കിലും ഒരു മറവി സംഭവിച്ചാൽ, ഇമാമിന് മറവി സംഭവിച്ചാൽ, അവിടെ പുരുഷനാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. സ്ത്രീയാണെങ്കിൽ പുരുഷനോട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന് പകരം അവൾ കൈകൾ കൂട്ടിയടിച്ച് ശബ്ദമുണ്ടാക്കുകയാണ് വേണ്ടത്. കൈകൾ അടിക്കുന്നതിൻ്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഒന്നും പറഞ്ഞിട്ടില്ല. ചിലരൊക്കെ ഇങ്ങനെ പുറം കൈ കൊണ്ടാണ് അടിക്കേണ്ടത് എന്നും, ഒരു കൈ പുറം കൈയും മറ്റേ കൈ ഉൾക്കൈയുമാണ് അടിക്കേണ്ടതും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇതിലൊന്നും പ്രവാചകനിൽ നിന്ന് പ്രത്യേകമായ ഒരു നിർദ്ദേശവും വന്നിട്ടില്ല. സാധാരണ കൈയടിക്കുന്നത് പോലെ ഇമാമിനെ ഇഷാറത്ത് ചെയ്യാൻ, ഉണർത്താൻ രണ്ട് കൈകളും ചേർത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം കൈയടിക്കുക എന്നതാണ് അതിലെ നിയമം. ഇത് മനസ്സിലാകുന്ന ഇമാം അയാൾക്ക് വന്ന പിഴവുകൾ തിരുത്താൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. ഏതായാലും വേറെ ഒരു അഭിപ്രായം ഇവിടെ വന്നിട്ടുള്ളത്, സ്ത്രീയുമാണ് നിസ്കരിക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി എന്ന് ചില പണ്ഡിതന്മാർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പുരുഷനും സ്ത്രീയും തമ്മിൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വ്യത്യാസമുള്ള രണ്ടാമത്തെ കാര്യം, മറവി സംഭവിക്കുമ്പോൾ ചെയ്യേണ്ട ഇഷാറത്തിനെ സംബന്ധിച്ചാണ്. അതാണ് ഈ പറഞ്ഞത്, പുരുഷന്മാരാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക, സ്ത്രീകളാണെങ്കിൽ കൈയടിക്കുക എന്നത്. പിന്നീട് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്?
ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് വേറെ യാതൊരു നിയമത്തിലും സ്ത്രീകളും പുരുഷന്മാരും വ്യത്യാസം. കൈ കെട്ടുന്നിടത്ത് നെഞ്ചിൽ കൈ വെക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സുന്നത്താണ്. വളഅ യദഹുൽ യുംന അലൽ യുസ്റ അലാ സ്വദരിഹി. ഇവിടെ നെഞ്ചിൽ കൈ വെക്കുക എന്നുള്ളത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ സുന്നത്തായ കാര്യമാണ്. രണ്ടാമത്തെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണ വന്നിട്ടുള്ളത്, അവർ സുജൂദിൽ കിടക്കുന്ന സമയത്ത് പുരുഷൻ്റെ പോലെ സുജൂദിൽ കിടക്കാൻ പറ്റുകയില്ല. അവർ ഇങ്ങനെ രണ്ട് കൈകളും ശരീരത്തോട് ചേർത്ത് വെച്ച് വേണം സുജൂദിൽ കിടക്കാൻ എന്നൊരഭിപ്രായം പലരിൽ നിന്നുമായി ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് ആളുകൾക്കിടയിൽ. മദ്ഹബുകൾക്കിടയിലൊക്കെ ഇത്തരം ചില അഭിപ്രായങ്ങളൊക്കെ വന്നതായി കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ രണ്ട് കൈമുട്ടുകളും ശരീരത്തിൽ നിന്ന് അകറ്റി വെച്ച് വയറും കാലുകളും തമ്മിൽ ചേർത്ത് വെക്കാതെ അകറ്റി വെച്ച് രണ്ട് കാലിൻ്റെയും വിരലുകൾ കുത്തി നിർത്തി രണ്ട് കൈകളുടെയും വിരലുകൾ ഏകദേശം തലയുടെ അല്ലെങ്കിൽ ചുമലിൻ്റെ രണ്ട് ഭാഗത്തും ചേർത്ത് വെച്ച്, അങ്ങനെയാണ് വിരലുകൾ പടിഞ്ഞാറ് ഖിബലക്ക് അഭിമുഖമായി വെച്ച് ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തത് എന്ന് ഹദീസിൽ കാണാം. ഇതിൽ സ്ത്രീക്കും പുരുഷനും വ്യത്യാസമില്ല. ഇങ്ങനെ തന്നെയാണ് സ്ത്രീയും സുജൂദ് ചെയ്യേണ്ടത്. അവർ രണ്ട് കൈകളും ഇങ്ങനെ ശരീരത്തോട് ചേർത്ത് വെച്ച് കൂട്ടിപ്പിടിച്ച് സുജൂദ് ചെയ്യണം എന്നൊരു നിയമമല്ല റസൂലുള്ള അവർക്ക് വേണ്ടി പഠിപ്പിച്ചത്. അവിടെ ആണിനും പെണ്ണിനും വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ അത്തഹിയാത്തിലായാലും രണ്ടാമത്തെ അത്തഹിയാത്തിലായാലും ഒക്കെ സാധ്യമാകുമെങ്കിൽ ഇഫ്തിറാഷിൻ്റെയും തവറുക്കിൻ്റെയും ഇരുത്തം തന്നെയാണ് ഇരിക്കേണ്ടത്. ആ ഇരുത്തത്തിൻ്റെ അറബി പേര് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് മനസ്സിലാവാൻ ഒന്നാമത്തെ അത്തഹിയാത്തിലെ ഇരുത്തം രണ്ടാമത്തെ അത്തഹിയാത്തിലെ ഇരുത്തം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ഇനി ചൊല്ലിപ്പറയുന്ന വിഷയത്തിലാണെങ്കിലും യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന വ്യത്യാസങ്ങളൊന്നും ഈ വിഷയത്തിൽ വരുന്നില്ല എന്നാണ് ഈ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുദൂ അന്നീ മനാസിക്കക്കും, നിങ്ങളുടെ ആരാധനകൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞിടത്ത് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ സ്ത്രീകളും പുരുഷന്മാരും വേറെ വേറെ എന്നില്ല എന്ന് പറഞ്ഞ് വ്യത്യാസമുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ സൊഫ് നിൽക്കുന്നിടത്ത് വരുന്ന ഒരു അഭിപ്രായ വ്യത്യാസം കൂടെ പറയാം. പുരുഷൻ ആണും പെണ്ണും ഒക്കെ ആയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പുരുഷനാണ് ഇമാമ് നിൽക്കേണ്ടത്. ആ വിഷയത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. സ്ത്രീകൾക്ക് ഇമാമായിട്ട് നമസ്കരിക്കാം. എന്നാൽ ഒരു കാരണവശാലും പുരുഷന് ഇമാമായിട്ട് സ്ത്രീ നിൽക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ നടന്ന ഒരു സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് വേറെ ഒരു കാര്യം പ്രത്യേകം പരാമർശിക്കേണ്ടത്, പുരുഷന്മാർ ഇങ്ങനെയൊക്കെ ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പുരുഷൻ ഇമാമും പിന്നിൽ പുരുഷന്മാരും പിന്നീട് സ്ത്രീകളുമാണ് എന്നാണ് നിയമം. ഈ പുരുഷന്മാരുടെ കൂട്ടത്തിൽ കുട്ടികളെയും കൂട്ടിയിട്ടാണ് ഈ പറയുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് ഇമാമ് നിൽക്കുന്ന സമയത്ത് പുരുഷനെപ്പോലെ മുന്നോട്ട് കയറി നിൽക്കേണ്ടതില്ല എന്നും അവർ ഒന്നാമത്തെ സൊഫിലെ നടുവിൽ ഒരാളായി നിന്നാൽ മതി എന്നുമുള്ള അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതല്ല. പ്രവാചക തിരുമേനി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ജമാഅത്ത് ഇങ്ങനെ വേണം എന്ന് നിർദ്ദേശിച്ച ഒരു ഹദീസ് പ്രാക്ടിക്കലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കിയതോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതോ ആയ ഒരു വാക്ക് ഹദീസുകളിൽ കാണുകയില്ല. എല്ലാ പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ജമാഅത്തിൻ്റെ നിയമം ഇല്ല. എന്നാൽ ഐഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ നമസ്കരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാൽ അങ്ങനെയാണ് സ്ത്രീകൾ ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മുന്നിലേക്ക് ഇമാമ് നിൽക്കുന്ന സ്ത്രീ മുന്നിലേക്ക് കയറി നിൽക്കുന്നതിന് പകരം ഒന്നാമത്തെ സഫിൽ ഒരാളായി നടുവിൽ നിൽക്കണം എന്നത് ഒരു അഭിപ്രായമായി പറയുന്നു എന്നല്ലാതെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വരികയോ പ്രവാചക തിരുമേനി അങ്ങനെ കൽപ്പിച്ചതോ ആയ ഹദീസുകൾ എവിടെയും കാണുകയില്ല. അതിനാൽ ഇവിടെ നമ്മൾ മുൻഗണന നൽകേണ്ട വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചതോ ആയ ഒരു ഹദീസ് ഇല്ലാത്തിടത്തോളം കാലം പൊതുവായി എന്താണോ അതിൽ സ്വീകരിക്കേണ്ട സമീപനം, ആ സമീപനം തന്നെയാണ്
സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ നിന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ പുരുഷൻ ഇമാമ് നിൽക്കുന്നത് പോലത്തെ തന്നെയാണ് സ്ത്രീകളും ഇമാമ് നിൽക്കേണ്ടത് എന്ന അഭിപ്രായമാണ് പ്രവാചകൻ്റെ സുന്നത്തിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമാകുന്നത്. ആയിഷാ ബീവിയുടെ റിപ്പോർട്ട് അത് ഒരൊറ്റപ്പെട്ട റിപ്പോർട്ടായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് സ്വഹീഹായി വരാത്തത് കൊണ്ട് നമ്മൾ പ്രവാചകൻ്റെ ചര്യ തന്നെ പിൻപറ്റലാണ് ഉത്തമം എന്നാണ് ഈ പറയുന്നത്. അതാണ് നമ്മൾ സ്വീകരിക്കുന്നതും. നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം എടുക്കുന്ന നിലപാടനുസരിച്ച് ഖുർആനും സുന്നത്തും ഒരു കാര്യം പറഞ്ഞാൽ അത് വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നതാണ്. ഫഇൻ തനാസഅ്തും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. തർക്കമുള്ള വിഷയം ഖുർആനിലേക്കും റസൂലുള്ളാഹിൻ്റെ ചര്യയിലേക്കും മടക്കുമ്പോൾ റസൂലുള്ള ഇങ്ങനൊരു നിർദ്ദേശം നൽകിയതായിട്ട് കാണുന്നില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യം തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്ത് റസൂലിഹി. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ പ്രവാചകൻ്റെ ചര്യയാണ് ഈ വിഷയത്തിൽ നമ്മൾ ഇതിലും പിന്തുടരേണ്ടത്. അതിനാൽ ജമാഅത്ത് നമസ്കാരത്തിലും ഈ ക്രമം പാലിക്കലാണ് നബി ചര്യയോട് കാണിക്കേണ്ട ആഭിമുഖ്യം എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള നമസ്കാരക്രമം ആദ്യം മുതൽ അവസാനം വരെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ നമ്മളെല്ലാവരെയും അവൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. കഠിനമായ നരകശിക്ഷയിൽ നിന്നും അവൻ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതവസരത്തിൽ എവിടെ വെച്ചു മരണം പിടികൂടിയാലും മുസ്ലിങ്ങളായി മരണപ്പെട്ടു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുകയും നമ്മുടെ മക്കൾക്ക് അള്ളാഹു തആല ദീനീ ബോധം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.